Hi everyone, welcome to Learn to Study. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിൻ്റെ ഒരു കോമൺ പേപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൻ്റെ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. നവംബർ 2021, സബ്ജക്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ. 2019, 2020 അഡ്മിഷനൊക്കെയാണ്, അതായത് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ് വരുന്നത്. മാർക്സ് വരുന്നത് 80 മാർക്സ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് 80 മാർക്കും പിന്നെ 20 മാർക്ക് ഇൻറ്റേർണൽ എക്സാമും. ഡിസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ 20 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സൈബർ ക്രൈംസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ഇ ലേണിംഗ് ഇതൊക്കെ ഒരുപാട് 3 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ 2022 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അതുപോലെ തന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇങ്ങനെ 2 വർഷം തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമായിട്ട് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലേ. എക്കോ ഫ്രണ്ട്ലിനെയാണ് നമ്മൾ ഗ്രീൻ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് പരിസ്ഥിതി സൗഹൃദമായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്ന രീതിയാണ് എന്ത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ജസ്റ്റ് അതിൻ്റെ മീനിങ് മാത്രം എഴുതിയാൽ മതി നമ്മൾ. ഓക്കെ, അതായത് ഇവിടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പരിസ്ഥിതി സൗഹൃദമായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറയുമ്പോൾ അവിടെ കമ്പ്യൂട്ടേഴ്സ് വരും, അതുപോലെ തന്നെ സെർവേഴ്സ് വരും. ദെൻ മറ്റ് റിലേറ്റഡ് ടെക്നോളജി, അതായത് റിലേറ്റഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക ഉപകരണങ്ങൾ അത് രൂപകൽപ്പന ചെയ്യുക, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ടച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റലായിട്ട് അതിനെ പരിസ്ഥിതിക്കൊരു ദോഷം വരാത്ത രീതിയിൽ, പരിസ്ഥിതിന് ഒരു മലിനീകരണമോ അല്ലെങ്കിൽ ഒരു ദോഷം വരാത്ത രീതിയിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അത് ചെയ്യുക, അതിൻ്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ലിസ്റ്റ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 22 റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ മെറിറ്റ്സ് എന്താണ്? അപ്പോൾ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതണം, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതണം, അതിൻ്റെ മെറിറ്റ്സ് എഴുതണം. ഓക്കെ, ദെൻ 2023 അങ്ങനെ ചോദിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലേണിംഗ്, നമ്മൾ എഡ്യൂക്കേഷൻ അതും കൂടെ അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ രണ്ടും കൂടെ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്, ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് വെബിനാർ ആണ്. വെബിനാറൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഒരുപാട് വെബിനാറിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതാണ്. ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു സെമിനാർ കൊടുക്കുന്നതാണ് വെബിനാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 4 പോപ്പുലർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ 4 പോപ്പുലർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ ആമസോൺ, അലിബാബ, ഫ്ലിപ്കാർട്ടൊക്കെ പോലുള്ളതാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു 4 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അതും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇ-കൊമേഴ്സ് എന്താണെന്നും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്? ഹാക്കിംഗ് റിലേറ്റഡ് ആണ്.
അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ദെൻ വാട്ട് ഈസ് ഗൂഗിൾ സ്കോളർ? എന്താണ് ഗൂഗിൾ സ്കോളർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സൈബർ വാൻഡലിസം? എന്താണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്? അതും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ സൈബർ വാൻഡലിസം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ സൈബർ എത്തിക്സ്, സൈബർ ക്രൈം, സൈബർ അഡിക്ഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IT ആക്ട് 2000. IT ആക്ട് 2000നെ ബേസ് ചെയ്തിട്ട് എന്താണ് IT ആക്ട് 2000 എന്നുള്ളതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സോഫ്റ്റ് സ്കിൽസ്? എന്താണ് സോഫ്റ്റ് സ്കില്ല്? സോഫ്റ്റ് സ്കില്ല് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ആർ സോഫ്റ്റ് സ്കിൽ. അപ്പോൾ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വിർച്വൽ അസിസ്റ്റൻറ്റ്? എന്താണ് ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ്? വാട്ട് ഈസ് വീഡിയോ മാർക്കറ്റിംഗ്? ദെൻ വാട്ട് ഈസ് മൈക്രോ ലേണിംഗ്? അതേപോലെ തന്നെ പാർട്ട് ബിയിൽ വാട്ട് ഈസ് B2C ബിസിനസ് മോഡൽ? അപ്പോൾ ഇ-കോമേഴ്സിൻ്റെ ഒരു മോഡലാണ് B2C എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽസ് ഓഫ് ഇ-കോമേഴ്സ് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി വേരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺഡ് വിത്ത് IT ഓൺ സൊസൈറ്റി? അപ്പോൾ IT ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസും MOOCസും മൾട്ടിപ്പിൾ ഓൺലൈൻ കോഴ്സസ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് അതിൻ്റെ സിമിലാരിറ്റി, ഓൺലൈൻ കോഴ്സും MOOCസും തമ്മിലുള്ള സിമിലാരിറ്റീസും അതിൻ്റെ ഡിഫറൻസും എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്? ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ഡയമെൻഷൻ, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി ഡാറ്റേൻ്റെ ബെനിഫിറ്റ്സ്. നമുക്ക് ഡാറ്റ അനലൈസിസിനെയൊക്കെ കുറിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 22 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. നെക്സ്റ്റ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബുക്സ്? ദെൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അതിൻ്റെ വേരിയസ് ടൈപ്സ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ സൈബർ ക്രൈംസ്? എക്സ്പ്ലെയിൻ ദി മേജർ കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം, ഹൗ സച്ച് ക്രൈംസ് ക്യാൻ ബി പ്രിവെൻറ്റഡ്? അപ്പോൾ എന്താണ് സൈബർ ക്രൈമും അതിൻ്റെ മേജർ കാറ്റഗറിയും, ദെൻ എങ്ങനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, സോ അതിൻ്റെ സൊല്യൂഷനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സൈബർ ക്രൈംസ് നമുക്ക് പറഞ്ഞല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സൈബർ ക്രൈംസ് 2023 20ാമത്തെ ക്വസ്റ്റ്യനായിട്ട് സൈബർ ക്രൈം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് 2023 എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ സൈബർ വാൻഡലിസം ചോദിച്ച പോലെ സൈബർ എത്തിക്സ് 2023 സൈബർ ക്രൈം എന്താ ചോദിച്ചിട്ടുണ്ട്, സൈബർ അഡിക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഏരിയസ് വെർ സൈബർ ലോസ് ആർ യൂസ്ഡ് ദി മോസ്റ്റ്, ഏറ്റവും കൂടുതൽ സൈബർ ലോസ് യൂസ് ചെയ്യുന്ന ഏരിയസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ദ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് ഡാറ്റ അനലൈസിസ് വാട്ട് ആർ ഇറ്റ്സ് കോമ്പണൻസ്? എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ എന്താണ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്? അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസും അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. ബിസിനസ് ഡാറ്റ അനലിറ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഹൗ ഓൺലൈൻ ലേണിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്ലാസ് റൂം ലേണിംഗ്? ഓൺലൈൻ ലേണിംഗും ക്ലാസ് റൂം ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ട്രഡീഷണൽ ലേണിംഗും ഇപ്പോഴത്തെ ഓൺലൈൻ ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലേണിംഗ്? ഓൺലൈൻ ലേണിംഗിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ് ഈസ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ? 2, വാട്ട് ഈസ് മീൻ ബൈ പ്രൊഫഷണലിസം? ഈ 2 ക്വസ്റ്റ്യനും 2023 അതേപോലെ ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കുക. 2023 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് എ ഗുഡ് പ്രൊഫഷണൽ? ആരാണൊരു നല്ല പ്രൊഫഷണൽ? ദെൻ വാട്ട് ഈസ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്? ബിസിനസ്സിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതേപോലെ തന്നെ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനും ചോദിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ? അപ്പോൾ 2022 കുറേ ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ 2 ഫീച്ചർ. അപ്പോൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ 2021 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്, 2023 അത് എസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റ്? എന്താണ് ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റ്? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസ്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ.
The next, what is big data analysis? എന്താണ് big data analysis? What do you mean by information overloaded? What is digital divide? Then what is cyber ethics? Cyber ethics ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഓൺലൈൻ അഡ്വർടൈസിങ്? അതും നമുക്ക് ഓൺലൈൻ അഡ്വർടൈസിങ്ങും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഡിജിറ്റൽ നേറ്റീവ്സ്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് PPC അഡ്വർടൈസിങ് എന്താണ്? PPC അഡ്വർടൈസിങ് അത് നമുക്ക് ഇവിടെയും പാർട്ട് ബിയിലും PPC അഡ്വർടൈസിങ് വന്നിട്ടുണ്ട് 2023. ഓക്കെ. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ഗവേണൻസ്? സ്റ്റേറ്റ് ദി മേജർ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ഇന്ത്യ. എന്താണ് ഗവേണൻസ്? ഇന്ത്യയിലുള്ള ഏറ്റവും മേജറായിട്ട് വരുന്ന ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ഏതൊക്കെയാണ്? 17 നമ്മൾ ഓൾറെഡി പറഞ്ഞു. 18, എക്സ്പ്ലെയിൻ ദി നോളജ് റിസോഴ്സ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോളജ് റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ റൈറ്റ് ഓൺ നോട്ട് ഓൺ മൂക്കിനെ കുറിച്ചിട്ടൊരു സിമ്പിൾ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ കാണിക്കണം. ഓക്കെ. ഇത് 2021 ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ സൈബർ അഡിക്ഷൻ, വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസ്? സൈബർ അഡിക്ഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 2023 നമുക്ക് സൈബർ അഡിക്ഷൻ ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യനിൽ കണ്ടോ, ഡിസ്ക്രൈബ് സൈബർ അഡിക്ഷൻ, അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാട്ട് ആർ സൈബർ ക്രൈംസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. സൈബർ ക്രൈം എന്താണ്, അതിൻ്റെ ടൈപ്പ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനലൈസിസ്. ഡാറ്റ അനലൈസിസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ അതിൻ്റെ ടൈപ്സ് ചോദിച്ചു. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളവിടെ പറഞ്ഞു, ഇവിടെ അതിൻ്റെ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്സിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോൾ എന്താണ്? ഓക്കെ. അപ്പോൾ 2022 കുറേ ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറി, സിഗ്നിഫിക്കൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്. ഓക്കെ. ദ നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലേണിംഗ്? ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ്. 2021 ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്, 2022 എസ്സേ ആയിട്ട് ചോദിച്ചു, 2023 16ാമത്തെ ക്വസ്റ്റ്യനും ലേണിംഗ് ആണ്. അതേപോലെ തന്നെ 24ാമത്തെ ക്വസ്റ്റ്യനും. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യന് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്, അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് 24ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലേണിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഈ വർഷം വന്നോളണമെന്നില്ല, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. അപ്പോൾ ഷുവറായിട്ടും ചോദിക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്, ദെൻ അതിൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺലൈൻ അഡ്വർടൈസിങ്ങും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ക്വാളിറ്റീസ് ആൻഡ് ട്രൈറ്റ്സ് റിക്വയർഡ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ? ഒരു നല്ല പ്രൊഫഷണലിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്, അയാളുടെ ട്രൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനലൈസിസ്? എന്താണ് ബിസിനസ് ഡാറ്റ അനലൈസിസ്? ഡിസ്കസ് ദി സിഗ്നിഫിക്കൻസ്, മെറിറ്റ്സ് ഓഫ് ബിസിനസ് ഡാറ്റ അനലൈസിസ്. അപ്പോൾ ബിസിനസ് ഡാറ്റ അനലൈസിസ് എന്താണ്, അതിൻ്റെ മെറിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 26ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നു, എസ് ആയിട്ട് വന്നു. 2022 27ാമത്തെ ക്വസ്റ്റ്യനായിട്ട് എസ് ആയിട്ട് വന്നു. അതേപോലെ തന്നെ 2023 11ാമത്തെ ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ദ നെക്സ്റ്റ് 2023 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ അവിടെയൊക്കെ ചോദിച്ചതാണ്, അത് 2023 വീണ്ടും വെർബൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ്, വാട്ട് ആർ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ഡിഫൈൻ ഇമെയിൽ എത്തിക്വറ്റ്. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ലേണിംഗ്. കണ്ടോ, ലേണിംഗ് ഇവിടെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചു. റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ മൂക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനലൈസിസ്? ബിസിനസ് ഡാറ്റ അനലൈസിസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് വേസ്റ്റ്? ഡിഫൈൻ ഓൺലൈൻ അഡ്വർടൈസിങ്. വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ? ഡിഫൈൻ ബാനർ ആഡ്സ്. ഓക്കെ. ദെൻ അതിൽ പാർട്ട് ബിയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പാർട്ട് ബിയിൽ എക്സ്പ്ലെയിൻ ദി മെത്തേഡ്സ് ടു ബി ടേക്കൻ കെയർ വൈൽ ഹാൻഡ്ലിങ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ സൊസൈറ്റിയിൽ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്താണ്? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ ക്രൈം, സൈബർ അഡിക്ഷൻ, ടൈപ്സ് ഓഫ് ഡാറ്റ അനലൈസിസ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബിസിനസ് ടു ബിസിനസ് മോഡൽ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് B2B. ഇപ്പോൾ നമ്മൾ 2021 B2C കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
The next, explain e-learning in India. Write a short note on the areas where cyber laws are used the most. Cyber law ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഏരിയയിലാണ്, അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലൊരു ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളെടുത്ത് 2021, 22, 23. പിന്നെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, അതാണ് എൻ്റെ ഒരു മോട്ടിവേഷനും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് 2023 നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും നോക്കാം. പാർട്ട് എ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 15x2 15 ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക് കിട്ടും. പക്ഷെ നമുക്ക് മാക്സിമം സീലിംഗ് 25ആണ്. അപ്പോൾ 25 മാർക്കിന് നമ്മൾ എഴുതിയാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പാർട്ട് എ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ ഗുഡ് പ്രൊഫഷണൽ? ആരാണ് ഒരു നല്ല പ്രൊഫഷണൽ? ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം അയാൾക്ക് ഒരു പ്രത്യേക കഴിവ് അയാളുടെ പ്രൊഫഷനിൽ ഉണ്ടാവുന്ന പേഴ്സൺസിനെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് അല്ലേ. അത് അയാളുടെ പെരുമാറ്റം, അയാളുടെ ബിഹേവിയർ, അതേപോലെ തന്നെ മറ്റുള്ളവരോട് അയാൾ സംസാരിക്കുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ദെൻ ഒരു കമ്പനിയിൽ അയാളുടെ വർക്കിംഗ് പ്ലേസിലും അതുപോലെ തന്നെ അല്ലാത്ത സ്ഥലത്തും, അപ്പോൾ കമ്പനിക്കകത്തും കമ്പനിക്ക് പുറത്തും അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അതേപോലെ തന്നെ വർക്കേഴ്സിനൊക്കെ ആയിട്ട് അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണു, കാര്യങ്ങളൊക്കെ അയാൾ എങ്ങനെ കൈകാര്യം ചെയ്യണു. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണലിൻ്റെ ലക്ഷണങ്ങളാണ്, ഒരു ട്രൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സബോർഡിനേറ്റ്സിനോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഹൂ ഈസ് എ ഗുഡ് പ്രൊഫഷണൽ? ആരാണ് ഒരു നല്ല പ്രൊഫഷണൽ? എ ഗുഡ് പ്രൊഫഷണൽ ഈസ് സംവൺ ഹൂ എക്സിബിറ്റ്സ് ഇൻറ്റഗ്രിറ്റി, കോമ്പിറ്റൻസ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡെഡിക്കേഷൻ ഇൻ ദെയർ വർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു എ പ്രൊഫഷണൽ ഈസ് സംവൺ. പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഈസ് സംവൺ, ആരും ആവാം. അപ്പോൾ പ്രൊഫഷണൽ ഈസ് എ പേഴ്സൺ ഹൂ എക്സിബിറ്റ്സ്. അപ്പോൾ അദ്ദേഹം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രത. അതേപോലെ തന്നെ കോമ്പിറ്റൻസ്, കഴിവ്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ തന്നെ ഡെഡിക്കേഷൻ, അവരുടെ അർപ്പണബോധം അല്ലേ, ഡെഡിക്കേഷൻ ഇൻ ദെയർ വർക്ക്. അപ്പോൾ ഒരു പേഴ്സൺ അയാളുടെ വർക്കിൽ അയാളുടെ കഴിവ്, അയാളുടെ ഉത്തരവാദിത്തം, അയാളുടെ അർപ്പണബോധം, ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ അയാളുടെ സമഗ്രത, ഇൻറ്റഗ്രിറ്റി, അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ അയാൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദേ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. അവർ എഫക്റ്റീവായിട്ട്, ഫലപ്രദമായിട്ട്, നന്നായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ഡെമോൺസ്ട്രേറ്റ് സ്ട്രോങ് എത്തിക്സ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്സ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതായത് സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്സ് അവർ കൊണ്ടുവരും. അവർ വർക്കേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കും, അല്ലെങ്കിൽ വർക്കേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിക്കോ സ്ട്രോങ് എത്തിക്സ് പ്രൊവൈഡ് ചെയ്യും. ദെൻ സ്റ്റേ കമ്മിറ്റഡ്. അവരെപ്പോഴും കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ആൾക്കാരായിരിക്കും. സ്റ്റേ കമ്മിറ്റഡ് ടു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിരിക്കും അവർ. അതായത് നമുക്ക് തുടർച്ചയായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് എന്താണ് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരുപാട് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ അവർ നല്ലൊരു പ്രൊഫഷണലാണെന്ന് പറഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കണില്ല. അവരെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രൊഫഷണലായിട്ട് ലഭിച്ചിട്ടുള്ള ട്രൈറ്റ് അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഷോ റെസ്പെക്റ്റ് ആൻഡ് എമ്പതി ടുവേർഡ്സ് അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരായിട്ട് നല്ല റെസ്പെക്റ്റ്, ബഹുമാനം, അതുപോലെ തന്നെ എമ്പതി ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് അവരൊക്കെ നന്നായിട്ട് അംഗീകരിക്കും, സബോർഡിനേറ്റ്സിനെയൊക്കെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ മുകളിൽ എമ്പതി ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പേഴ്സണാണ് ഒരു നല്ല പ്രൊഫഷണൽ. ദെൻ ദെയർ കണ്ടക്ട് റിഫ്ലെക്ട്സ് റെസ്പോൺസിബിലിറ്റി, റിലയബിലിറ്റി ആൻഡ് എ ഫോക്കസ് ഓൺ ക്വാളിറ്റി. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ എപ്പോഴും എന്തുണ്ടാവും? നല്ല ഉത്തരവാദിത്തം ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അതുപോലെ റിലയബിലിറ്റി ഉണ്ടാവും, വിശ്വാസ്യത ഉണ്ടാവും, അതുപോലെ അവർ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റീനെയാണ്. അപ്പോൾ ഇത്തരം പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അയാളുടെ വർക്ക് പ്ലേസിൽ അയാൾ പ്രൊവൈഡ് ചെയ്യണ
കോമ്പിറ്റൻസ്, അയാളുടെ ഉത്തരവാദിത്തം, അയാളുടെ അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, അയാളുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അർപ്പണബോധം, അതൊക്കെ എന്തിനും പ്രൊവൈഡ് ചെയ്യണം, അയാളുടെ വർക്ക് പ്ലേസിൽ പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡെമോൺസ്ട്രേറ്റ് സ്ട്രോങ് എത്തിക്സ്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ സ്കില്ലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ വർക്കേഴ്സിന് നല്ല റെസ്പെക്റ്റ് കൊടുക്കും, എംപതി ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ട ബഹുമാനം നൽകും, അവർക്ക് വേണ്ട എംപതി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, റിലയബിൾ ആയിരിക്കും, അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രൊഫഷണലിസം. അപ്പം നമ്മൾ എന്താണ് ആരാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു, ഇനി എന്താണ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്സിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്കില്ലിനെയാണ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് ഉത്തരവാദിത്തം നിറവേറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് റെസ്പെക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് refers to a set of behavior, attitude and practices that demonstrate reliability, respect, integrity within a professional setting. ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ഒരു പേഴ്സൺ എങ്ങനെയാണോ റിലയബിലിറ്റി, അയാളുടെ വിശ്വാസ്യത എങ്ങനെയാണോ കാണിക്കുന്നത്, അയാൾ എങ്ങനെയാണോ റെസ്പെക്റ്റ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇൻറ്റഗ്രിറ്റി, അതായത് സമഗ്രത, ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നത്, അപ്പോൾ അത് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, നിലപാടുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് റെഫേഴ്സ് ടു ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ ആണ്, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്, ആൻഡ് സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആണ്. അതെന്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു? ദാറ്റ് ഈസ് റിലയബിലിറ്റി, റെസ്പെക്റ്റ്, ഇൻറ്റഗ്രിറ്റി വിത്തിൻ എ പ്രൊഫഷണൽ സെറ്റിംഗ്. ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണ് ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നമുക്ക് റിലയബിലിറ്റി, റെസ്പെക്റ്റ്, ഇൻറ്റഗ്രിറ്റി ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രാക്ടീസിനെയാണ് സിംപ്ലി എന്ത് പറയുന്നത്, പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഷോയിങ് courtesy, adhering to ethical standards, being punctual and maintaining a polished appearance. അപ്പം നമ്മളൊരു പോളിഷ്ഡ് അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് എപ്പോഴും പഞ്ചലായിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണിക്കുക, അതായത് നമുക്ക് എത്തിക്സ് ഉണ്ടായിരിക്കുക, മൊറാലിറ്റി ഉണ്ടായിരിക്കുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, പ്രൊഫഷണലിസത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രൊഫഷണലിസം എൻഹാൻസസ് ക്രെഡിബിലിറ്റി, അതേപോലെ തന്നെ ബിൽഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും വിത്ത് ക്ലയൻസ് ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ആൻഡ് കൊളീഗ്സ് ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ആൻഡ് ക്രിയേറ്റ്സ് എ പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്, ഒരു പ്രൊഫഷണലാണ്. ആ ക്രിയേറ്റ് ചെയ്യാനുള്ള അയാളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൊഫഷനിൽ ഉണ്ടായിരിക്കേണ്ട സ്കില്ലാണ്. അപ്പോൾ ഒരുപാട് സ്കില്ല് ഒരു പ്രൊഫഷണലിന് ഉണ്ടാവും, അയാൾ അതെങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ളതാണ് എന്ത്, പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് സോഫ്റ്റ് സ്കിൽസ് ആർ ഇന്റർപേഴ്സണൽ ആൻഡ് ബിഹേവിയറൽ സ്കിൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ്, കൊളാബറേറ്റ് ആൻഡ് നാവിഗേറ്റ് വർക്ക് പ്ലേസ് ഡൈനാമിക്സ്. അപ്പോൾ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് നാവിഗേറ്റ് ചെയ്യാനൊക്കെ ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സ്കില്ലിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ആർ ഇന്റർപേഴ്സണൽ ആൻഡ് ബിഹേവിയറൽ സ്കിൽ. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സ്കില്ലാണ്. അതെന്തിനെ ഹെൽപ്പ് ചെയ്യും, ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ്. അത് ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യും എങ്ങനെ, എഫക്റ്റീവ്ലി, അതായത് നല്ല രീതിയിൽ ഇൻഡിവിജ്വൽസിനെ അത് ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കമ്മ്യൂണിക്കേറ്റ്, കൊളാബറേറ്റ് ആൻഡ് നാവിഗേറ്റ് വർക്ക് പ്ലേസ് ഡൈനാമിക്സ്. വർക്ക് പ്ലേസിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളത് എഫക്റ്റീവായിട്ട് ഇൻഡിവിജ്വൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേഷൻ. സോഫ്റ്റ് സ്കില്ലിന് എക്സാമ്പിളാണ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ള വർക്കേഴ്സിനെയും വർക്ക് എൻവയോൺമെൻറ്റിനെയും നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രോബ്ലം സോൾവിങ്, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് എംപതി, ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, ഈ
പ്രൊഫഷണൽസിൻ്റെ സോഫ്റ്റ് സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ദീസ് സ്കിൽസ് ആർ എസെൻഷ്യൽ. ഈ സ്കിൽസ് എസെൻഷ്യൽ ആണ് എന്തിന്? ഫോർ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് സക്സീഡിങ് ഇൻ മോസ്റ്റ് പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ സക്സീഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്കില്ലാണ്, ഒരു എസെൻഷ്യൽ സ്കില്ലാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് തന്നെ, അതായത് നമ്മൾ ലെക്ചറിങ്ങിലൂടെ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ വേർഡ്സ് ആണ്. ത്രൂ വേർഡ്സ്, അതായത് സംസാരത്തിലൂടെ, സ്പീച്ചിലൂടെ, സംസാരത്തിലൂടെ, നമ്മളുടെ ഒരു സംസാരത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ടു കൺവേ ഇൻഫോർമേഷൻ, ഐഡിയ ആൻഡ് ഇമോഷൻസ്. അപ്പോൾ ഇമോഷൻസും ഇൻഫോർമേഷനും ഐഡിയാസും ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ലാംഗ്വേജ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലാംഗ്വേജ്, ഭാഷ ഇൻക്ലൂഡഡ് ആണ്. ടോണ്, നമ്മളുടെ ശബ്ദത്തിൻ്റെ ടോണ് ഇൻക്ലൂഡഡ് ആണ്. വോളിയം, ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് പേസ്, പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, നമ്മൾ സംസാരിക്കുന്ന സ്പീഡ് വൈൽ സ്പീക്കിംഗ്. പേസ് യൂസ്ഡ് വൈൽ സ്പീക്കിംഗ്, സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അലോയിങ് ഫോർ ഡയറക്റ്റ് ആൻഡ് ക്ലിയർ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഇൻ ബോത്ത് ഫേസ് ടു ഫേസ് ആൻഡ് വിർച്വൽ സെറ്റിംഗ്സ്. അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെ, നേരിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെയും അതുപോലെ തന്നെ വിർച്വൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, വിർച്വൽ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. വിർച്വൽ സെറ്റിങ്ങിലൂടെയും ഒരു ലാംഗ്വേജോ ടോണോ വോളിയമോ അതുപോലെ തന്നെ പേസൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? വൈൽ സ്പീക്ക് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ അലോയിങ് ഫോർ ഡയറക്റ്റ് ആൻഡ് ക്ലിയർ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്. ഡയറക്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ തോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് എന്ത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കൺ വേർഡ്സിലൂടെ നമ്മൾ ഇൻഫോർമേഷൻ, ഐഡിയ അല്ലെങ്കിൽ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ്? നമ്മളെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് ആണ് വിച്ച് ഇൻക്ലൂഡ്സ് ഒന്ന് സ്റ്റാൻഡിങ് സ്ട്രൈറ്റ്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം സ്റ്റാൻഡിങ് സ്ട്രൈറ്റ് കൺവേസ് കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ട്. അത് കൺവേ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? സ്റ്റാൻഡിങ് സ്ട്രൈറ്റ് സഹായിക്കും. രണ്ടാമത്തെ പോസ്റ്ററാണ് ഓപ്പൺ സ്റ്റാൻസ്. ഓപ്പൺ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ആൻഡ് ജസ്റ്റേഴ്സ് വിസിബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കണം. ഓക്കെ, അതാണ് ഓപ്പൺ സ്റ്റാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? വാക്കിംഗ് ഓർ മൂവിങ് സബ്റ്റ്ലി ഓൺ സ്റ്റേജ് ടു എൻഗേജ് ദി ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? വാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂവ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ലീനിങ് ഫോർവേഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻറ്റീവ്നെസ് ടു ദി ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസിന് അറ്റൻറ്റീവ്നെസ്സും ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോസ്റ്ററാണ് ന്യൂട്രൽ ഹാൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അവോയ്ഡിങ് ക്ലോസ്ഡ് ആംസ് ഓർ ഹാൻഡ്സ് ഇൻ പോക്കറ്റ്സ്. പ്രസൻറ്ററിനെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാനും അപ്രോച്ചബിളും ആൻഡ് എൻഗേജ്ഡ് ആണ് എന്നൊക്കെ തോന്നിക്കും. അതാണ് ന്യൂട്രൽ ഹാൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇമെയിൽ എത്തിക്കേറ്റ്. അപ്പോൾ ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രാക്ടീസ് ഫോർ റൈറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇമെയിൽസ് പ്രൊഫഷണലി. അതായത് ഇപ്പോൾ ഇമെയിൽ നമ്മൾ അയക്കുമ്പോൾ അതുണ്ടാവുന്ന സെർട്ടൺ മാനദണ്ഡങ്ങൾ, അതായത് ഒരു ഫോർമലായിട്ട് ഉണ്ടാവുന്ന കുറച്ച് ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ശീലങ്ങൾ, അതിനെയാണ് നമ്മൾ ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ ആ ഇമെയിലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം നമ്മൾ ഇമെയിൽ അയക്കാൻ. അപ്പോൾ ആ ഇമെയിൽ അയക്കുന്ന രീതി ഒരാളുടെ പ്രൊഫഷണലിസം അളക്കുന്നതാണ്. അയാൾ പ്രൊഫഷണലാണോ അല്ലേ, അയാൾക്ക് എത്രത്തോളം പ്രൊഫഷണലിസം ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇമെയിൽ നമ്മൾ അയക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു 24-48 മണിക്കൂറിനുള്ളിലായിട്ട് നമ്മൾ അതിന് റിപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ,
ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രാക്ടീസസ് ആണ് ഫോർ റൈറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇമെയിൽസ് പ്രൊഫഷണലി. അപ്പോൾ പ്രൊഫഷണലായിട്ട് ഇമെയിൽസ് എഴുതാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന സർട്ടൻ ഗൈഡ് ലൈൻസ് ആണ് എന്തിലുള്ളത്? ഇമെയിൽ എത്തിക്കേറ്റിൽ ഉള്ളത്. ഓക്കെ, ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് യൂസിങ് എ ക്ലിയർ സബ്ജക്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതിനൊരു ക്ലിയർ സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അഡ്രസ്സിങ് ദി റെസിപ്പിയൻ്റ് അപ്രോപ്രിയേറ്റ്ലി. റെസിപ്പിയൻറ്റിന് നമ്മൾ ആർക്കാണ് അയക്കുന്നത് അയാൾ അഡ്രസ്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സർ വെച്ച് നമ്മൾ അഭിസംബോധന ചെയ്യണം. ദെൻ മെയിൻറ്റെയിനിങ് എ പൊളൈറ്റ് ടോൺ, ഒരു പൊളൈറ്റ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ബീങ് കൺസൈസ്, ഒരു ചുരുക്ക രൂപത്തിലായിരിക്കണം. അങ്ങനെ വലിച്ചു നീട്ടി മെയിൽ ചെയ്യരുത്. എന്താണോ പറയാനുള്ളത് അത് പറയുക. അതേപോലെ തന്നെ നമ്മൾ അയക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അതൊന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. നമ്മൾ എഴുതിയതും നമ്മൾ എഴുതിയ ഫോർമാറ്റ്, നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതൊക്കെ എന്തിനു ഇമ്പ്രൂവ് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് ഹെൽപ്സ് ക്രിയേറ്റീവ് പോസിറ്റീവ് പ്രൊഫഷണൽ ഇംപ്രഷൻ. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്കൊരു മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് റിപ്ലൈ കൊടുക്കണം. നല്ലൊരു പ്രൊഫഷണൽ അങ്ങനെയാണ്. അപ്പോൾ മെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഫഷണലിസം മെഷർ ചെയ്യുന്നതാണ് ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറയുന്നത്.